ഈ സ്ട്രോക്ക് പലരുടെയും സംശയമാണ്, എന്തുകൊണ്ട് വരുന്നു? ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണോ? എന്താണ് സ്ട്രോക്കിൻ്റെ കാരണം? സ്ട്രോക്ക് പ്രധാനമായിട്ടും രണ്ട് വിഭാഗത്തിലുള്ളതാണ്. ഇസ്കീമിക് സ്ട്രോക്ക് അഥവാ രക്തക്കുഴൽ അടഞ്ഞിട്ട് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം, തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം നിലച്ചു പോകുമ്പോൾ അവിടുത്തെ കോശങ്ങൾ നശിച്ച് ഉണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അഥവാ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് തലച്ചോറിലെ ഇതേ രക്തക്കുഴലുകൾ തന്നെ ചെറുതായിട്ട് ബലൂൺ പോലെ വീക്കം വരാം, അല്ലെങ്കിൽ ഒരുപാട് നാൾ ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന ആളുകൾക്ക് രക്തക്കുഴൽ പൊട്ടി രക്തം പൊട്ടി തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്ക് പാരൻകൈമയിലേക്ക് ഇത് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ കാണുന്ന ഒരു 100 പേരെ എടുക്കുകയാണെങ്കിൽ ഒരു 80-85 പേർക്കും ഇസ്കീമിക് സ്ട്രോക്കാണ് നമ്മൾ വളരെ കോമൺലി കാണുന്നത്. ഇസ്കീമിക് സ്ട്രോക്കിന് നമ്മൾ പറയുന്ന കോസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏജാണ്. ഒരാളുടെ പ്രായമാണ് അയാൾക്ക് സ്ട്രോക്ക് വരാനുള്ള ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. രണ്ടാമത് പറയുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗേഴ്സ്, ഉയർന്ന രക്തസമ്മർദ്ദം, പിന്നെ കൊളസ്ട്രോള്, സ്മോക്കിംഗ്, പിന്നെ നമ്മുടെ ഒബീസിറ്റി അഥവാ വ്യായാമത്തിൻ്റെ കുറവ് എല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉള്ളത്. ഹെമറാജിക് സ്ട്രോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന രക്തസമ്മർദ്ദമാണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. രണ്ടാമത്തെ റിസ്ക് ഫാക്ടറാണ് ഏജ് എന്ന് പറയുന്നത്.